ഗെയ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്നെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണുള്ളത് എന്ന് വിചാരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അത്ര ഹാപ്പി ഒന്നല്ല ഗെയ്സ്. കാരണം എനിക്ക് യൂറിനറി ഇൻഫെക്ഷനായി. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂത്രപ്പഴുപ്പ്, മൂത്രക്കടച്ചിൽ എന്നൊക്കെ പറയുന്ന സംഭവമാണ് എനിക്കിപ്പോൾ ഉള്ളത്. നല്ല വേദനയാണ്. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഒരു റെസ്റ്റ് ഉണ്ട് വേദനയ്ക്ക്. കുറേ വേദന എടുത്തപ്പോൾ അതിന് തന്നെ തോന്നിയിട്ടുണ്ടാകും കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന്. അല്ലാതെ എന്നോട് പാവം തോന്നിയിട്ട് വേദന നിന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം. എന്താ അന്നത്തെ സ്ഥിതി എന്നൊന്നും അറിയില്ല. അന്ന് കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. ചായ കുടിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ ഏട്ടനോടൊന്ന് വ്ളോഗ് എടുത്തു വരുമെന്ന് ചോദിച്ചിട്ട് അവിടെ പോയി നഖം വെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവ രാവിലെ എണീറ്റിട്ട് എനിക്ക് പാത്രം കഴുകാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാവും. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. ഏട്ടൻ പാത്രവും കഴുകിയപ്പോൾ ഓൾറെഡി വീടിൻ്റെ അകത്തുള്ള പണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വേദന എടുത്താലും വേദന എടുത്തോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിക്കും. ടൈം ഇപ്പം 10:19, അതായത് രാവിലെ 10:30 ആയിട്ടില്ല. ഏട്ടാ വാ ചായ കുടിക്കാം. ഏട്ടൻ രാവിലെ തന്നെ ഷൂ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉണക്കാനിട്ടുണ്ട്. ഇത് ഈ വൈറ്റ് ഷൂവിൻ്റെത്. ബാക്കി 3 ഏട്ടൻ്റെ. യെസ്. ഏട്ടന് ഈ എന്താ പറയുക പ്ലാന്റ്സൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിൽ വെക്കുന്ന, അതായത് ലൈവായിട്ടുള്ളത്, ആർട്ടിഫിഷ്യലല്ല, ഒറിജിനൽ സാധനങ്ങൾ, ലൈവായിട്ടുള്ള പ്ലാന്റ്സൊക്കെ വീട്ടിൽ വെക്കുന്ന ഒരു ചെറിയ പ്രാന്തുണ്ട്. ഞാനാണ് നിർത്തിച്ചത്. എനിക്ക് ഈ പൂവ് കാണാനൊക്കെ ഇഷ്ടമാണ്, ചെടികൾ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും വളർത്തുന്ന ഒരു ഹോബിയോ അങ്ങനത്തെ ഒരു സംഗതി എനിക്ക് ദൈവം തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിതിൻ്റെ പേരെന്താണെന്ന് പോലും അറിയില്ല. ഒക്കെ ഏട്ടനെ അറിയുള്ളൂ. പിന്നെ ഇത് ഏകദേശം 3 കൊല്ലമായി ഈ ഓല പോലത്തെ സാധനം. പക്ഷേ ഇതിൻ്റെ പേരും എന്താണെന്ന് അറിയില്ല. പക്ഷെ വീട്ടിലേക്ക് ഒരു ഭംഗിയാണ് അത് കാണാൻ. ഏട്ടൻ ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെ അതായത് വീട്ടിൽ വെക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹോബിയാണുള്ളത്. എന്താ പറയുക, ഏട്ടന് ഇതിൻ്റെ ഒരു ക്രേസാണുള്ളത്. ആക്ച്വലി ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെ വീട്ടിൽ വെക്കുന്ന ഒരു ക്രേസ് ഉണ്ട്. അമ്മയ്ക്ക് നേരെ മറിച്ച് പൂക്കൾ വളർത്താനുള്ള അതാണ്. ഇങ്ങനത്തെ എവിടെ എന്ത് പൂവ് കണ്ടാലും കൊണ്ടുപോയിട്ട് ഇവിടെ വന്ന് കുഴിച്ചിടും. എന്നിട്ട് ആ പൂവാകുമ്പോൾ വന്ന് കാണിച്ചു തരും, ഇതാ ഈ പൂവ് വളർന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൂവൊക്കെ കൊണ്ടുപോയിട്ട് നട്ട് വളർത്തുന്ന ഹോബിയാണ്. അമ്മയ്ക്കും മോനും 2 രീതിയിൽ ചെടികൾ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാനല്ല. ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ഒന്നെങ്കിൽ അമ്മേൻ്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ ഏട്ടൻ്റെ ക്യാരക്ടറോ ആയാൽ, അതായത് ഈ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു ഇഷ്ടമുള്ള ആളായാൽ ഞാൻ രക്ഷപ്പെട്ട്. കാരണം വീടൊക്കെ ഇങ്ങനെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും. ഞാൻ ചെയ്തിട്ട് ഇത്ര അടിപൊളിയായിട്ട് പൂക്കളും പ്ലാന്റ്സൊക്കെ ആയിട്ട് വീടുണ്ടാവുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അത് ഇവർ ചെയ്താൽ ഉണ്ടാവും. യെസ്. ഇതൊക്കെ കൊലായിൽ വെച്ചിട്ടുള്ളതാട്ടോ. ഇതിൻ്റെ പേരും എന്താണെന്ന് എനിക്കറിയില്ല. ഒക്കെ ഒരു ഓല പോലത്തെ സാധനം. എന്താ പേരറിയുന്നവർ, ഇതിൻ്റെയൊക്കെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ ഇവിടെ 2 കണ്ടില്ലേ. ഇവിടെ അതുപോലെ കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഞാനൊരു ദിവസം ഹോം ടൂർ ചെയ്യുന്നുണ്ട് ഗെയ്സ്. അധികം വൈകാതെ ഹോം ടൂർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാനൊരു ഹോം ടൂർ മുഴുവനാക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വേദന ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് മൂഡ് പോകും. അതുകൊണ്ട് വേറെ ഒരു ദിവസം ഹോം ടൂർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോം ടൂർ ചെയ്യാൻ എനിക്ക് മാത്രം മൂടുണ്ടായിട്ട് കാര്യമില്ല, എൻ്റെ പ്രിയതമ്മന് മൂടുണ്ടാവണം. കാരണം എനിക്കൊരാൾ എടുത്തു തന്നാലല്ലേ ഹോം ടൂർ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൂടെ വേണം. അങ്ങനെ ആകുമ്പോഴും ചെയ്യാം. നോക്കട്ടെ, അധികം വൈകാതെ ഞാൻ ഹോം ടൂർ ചെയ്യുന്നുണ്ട്. ഗെയ്സ് ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു പണി പറ്റി. കാല് കുത്തിപ്പോയല്ല, നഖം വെച്ച് കുത്തിപ്പോയതാ. നോക്ക്, ഈ കാണുന്നതാണ് എൻ്റെ ടെഡി. ഈ ടെഡിക്ക് ഞാനൊരു പേരിട്ടുണ്ട്. എന്താണെന്നറിയോ? കിറ്റി. കിറ്റിന്ന് പേരിടാൻ കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള കോട്ടോൽ അമ്പലത്തിൽ തെറ ഉണ്ടാവലുണ്ട്. അപ്പം ഈ ഹൈഡ്രജൻ ബലൂണില്ലേ, അതിലൊരു പൂച്ചേൻ്റെ പേരായിരുന്നു കിറ്റി കേട്ടോ.
അപ്പം എനിക്ക് ആ പൂച്ചനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അച്ഛനോട് വാങ്ങി തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അച്ഛൻ വാങ്ങി തന്നു. പിന്നെ ആ ഹൈഡ്രജൻ ബലൂണും വെച്ചിട്ടായിരുന്നു ഞാൻ ഉറങ്ങൽ. സത്യം പറഞ്ഞാൽ ഒന്ന് വിട്ടാൽ മുകളിൽ പോവും. പിന്നെ പക്ഷേ ഞാനതിന് മറ്റേ പുതപ്പിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ചൊന്നും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പറ്റനെ താന്നു. അത് താന്ന് കീറി പോകുന്നത് വരെ ഞാൻ അതിനെ കൊണ്ടാടുന്നു. എനിക്കെന്താ അതിനോടൊരു ഭയങ്കര ഒരു കണക്ഷൻ തോന്നി. പൊതുവേ അങ്ങനെ ഒരു ഹൈഡ്രജൻ ബലൂണിനോടോ ഒന്നിനോടും അങ്ങനെ തോന്നണ്ടല്ല, പക്ഷേ എനിക്ക് അതിനോട് എന്തോ ഒരു കണക്ഷൻ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ അതിനോട് ഭയങ്കര കാര്യമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ തോന്നിയത് ഈ ടെഡി ബിയറിനോടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് കിറ്റി എന്ന് പേരിടാമെന്ന്. അപ്പോൾ എനിക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തപ്പം അതിൻ്റെ കൂടെ ഉള്ളതുപോലത്തെ ഒരു ഫീലാണ് ഇപ്പം കിറ്റി ഈ ടെഡീൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ. ഏട്ടന് ഈ ദൂരെയൊക്കെ പണിയുള്ള സമയത്ത്, 1-2 ആഴ്ചയൊക്കെ ദൂരെ പണിയുള്ള സമയത്ത് എനിക്ക് ധൈര്യത്തിനുള്ള ആളാണിത്. അപ്പോൾ ഞാൻ അങ്ങനെ കിറ്റിക്കുട്ടൻ എന്ന് പേരിട്ടു. നല്ല സുഖമാണ് കേട്ടോ ഇതിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. ഗൈസ്, അങ്ങനെ കുറേ നേരം നിർബന്ധിച്ചിട്ട് ഏട്ടൻ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പം എന്താ ചായക്കുള്ളതെന്നൊക്കെ നോക്കാം. രാവിലെ എനിക്കിത് എന്താ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഫസ്റ്റ് ചപ്പാത്തിയാണേ. 2 ചപ്പാത്തി എനിക്ക്, 4 ചപ്പാത്തി ആട്ടേ. പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും 2 കോഴിമുട്ടയും ഉണ്ട് കേട്ടോ. ഇതും സൂര്യപ്രസാദ് കഴിക്കണം. പിന്നെ ഇത് പപ്പടാണേ. ഇത് പപ്പട. ഇത് കടായി ചിക്കനാണ് ഗൈസ്. കടായി ചിക്കൻ, വൺ ഓഫ് മൈ സ്പെഷ്യൽ ഐറ്റം. ഏട്ടൻ വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്ക്. ഓക്കെ, അപ്പോൾ രാവിലെ ഇട്ടിട്ടായിരുന്നു പണി ഉണ്ടായിരുന്നത്. അത് കൂടാതെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്, ഉച്ചത്തേക്കുള്ളതാണ്. പിന്നെ പരിപ്പ് കറി, ഇന്നലത്തെ പരിപ്പ് കറി ഞാൻ വറ്റിച്ചെടുത്തത്. വറ്റിച്ചെടുത്ത് കൂട്ടുമ്പോൾ വേറെ രസമാണല്ലോ. അപ്പം ഇത്രയാണ് ചായ. പിന്നെ ചായ ഉണ്ട് കേട്ടോ. ചായ അടുക്കളയിലാണുള്ളത്. ചോറുണ്ട് അടുപ്പത്ത്. ചോറ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ചോറ് അവിടെ ആയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് പറ്റില്ല. കാലിനും പറ്റി, കൈക്കും പറ്റി. ഇനി ഒന്നും പറ്റുന്നതിൻ്റെ മുന്നേ ചായ കുടിക്കട്ടെ ഗൈസ്. വേദന കുറഞ്ഞപ്പോൾ നേരെ ടൗണിൽ പോയിട്ടോ. ടൗണിൽ പോയത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞങ്ങൾ 4 ഫ്രണ്ട്സ് കൂടിയിട്ട് അർഹ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലോത്തിങ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിന് പോയതാണ്. ഞാൻ ആദ്യം പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പെയിന് കുറഞ്ഞപ്പോൾ വിചാരിച്ചു പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണേ. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ചെറിയ ക്രോപ്പ് ടോപ്സ് ഒക്കെയാണ് നോക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 പീസ് ആണ്. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ക്രോപ്പ് ടോപ്സും ചെറിയ ഷോർട്ട് കുർത്തീസൊക്കെ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ കോഴിക്കോട് അങ്ങാടി മൊത്തം ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും വിചാരിച്ച സാധനം കിട്ടി. പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഞങ്ങൾ ചാത്തമംഗലത്ത് എത്തിയപ്പോൾ ഒരു നാടൻ ഊണും കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി ഗെയ്സ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തി കുളിച്ച് അങ്ങനെ നിൽക്കുക. അമ്മ ഇവിടെ ചെറിയ മറ്റേ പുളിച്ചിമാങ്ങല്ലേ, അതാന്ന് തോന്നുന്നുണ്ട്. പുളിച്ചിമാങ്ങ ഉണ്ടായിട്ടുണ്ട്. അത് കുഞ്ഞതാ. അപ്പോൾ അത് കുഞ്ഞതാകുമ്പോൾ തന്നെ, കണ്ണിമാങ്ങ ആകുമ്പോൾ തന്നെ പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഇടാമല്ലോ, കണ്ണിമാങ്ങ അച്ചാർ. അപ്പം അതിന് വേണ്ടി അമ്മ പറിക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. പുളിച്ചിമാങ്ങേൻ്റെ മണം. കത്തി വിടുന്നു. ഞാൻ കുറച്ച് പാത്രത്തിൽ വച്ചിട്ട് കത്തിങ്ങനെ കിട്ടി. കാഞ്ചനമാലേൻ്റെ തറവാടാ.
ഗെയ്സ് ഇത് SM എന്ന് വാങ്ങിയതാട്ടോ വാട്ടർ ബോട്ടിൽ. അത് ഇത്തിരി ഒരു ഇളം ചൂടുവെള്ളത്തിൽ സോപ്പും പൊടിയും പിന്നെ സോപ്പും പൊടിയല്ല ഹാൻഡ് വാഷാണുള്ളത്. ഹാൻഡ് വാഷും ഉപ്പും ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിൽ മുക്കി വെക്കണം. ഒരു സ്ട്രോ ഉണ്ട് അതിൻ്റെ കൂടെ. ഗെയ്സ് നോക്കൂ, അതിൻ്റെ കൂടെ സ്റ്റിക്കർ കിട്ടി എനിക്ക്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ. വാവ്. ഞാൻ അതാ ഈ ബേസിലാണ് മുക്കി വെക്കുന്നത്. ഇല്ലാകുമ്പോൾ നന്നായിട്ട് മുങ്ങി നിന്നോളൂ. പിന്നെ ഇതാ ഇതൊക്കെ ഇതിലിട്ടിട്ട് മുക്കുകയാണേ. ജസ്റ്റ് ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് മുക്കാം. മുങ്ങൂ. ഈ സ്ട്രോ കൂടെ മുക്കി വെക്കാം. വലിച്ച് കുടിക്കേണ്ടതല്ലേ. ഓക്കേ. ഇവിടെ ബാക്കിൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരാളുണ്ട് കേട്ടോ. ഒരു പേരെന്താണെന്ന് എനിക്കറിയില്ല. എല്ലാ കൊല്ലവും പെരുന്നാളാവുമ്പം ഒരു കിറ്റ് തരും. ആ കിറ്റാണിത്. ഇതിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ, ചായപ്പൊടി, 2 പാക്ക് പപ്പടം, ഡാൽഡ, കല്ലുപ്പ്, പിന്നെ അരിയുണ്ട് 1 കിലോ, മറ്റേ ബിരിയാണി റൈസ് ഇല്ല അത് 1 കിലോ ഉണ്ട്, പിന്നെ പഞ്ചസാര 1 കിലോ ഉണ്ട്, പിന്നെ ഇതും 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അവിൽ. ഇത്രയും സാധനങ്ങൾ കിട്ടുന്നുണ്ട്. വലിയൊരു കാര്യമായിട്ട് ഈ സമയത്ത് അവരങ്ങനെ തരുന്നത്. അത് ഈ ഭാഗത്തുള്ള ഒരുവിധം ഒരു 10 വീട്ടുകാർക്കെങ്കിലും അവരത് കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഒരു രസമുള്ള കാര്യം. രാക്ഷസ സിനിമ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു സമയത്ത് ചന്ദനാണ്. ഒരു സമയത്ത് എനിക്ക് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടപ്പോൾ കണ്ട ഒരു ടൈമിൽ എനിക്ക് പുറത്തിറങ്ങാൻ വരെ പേടിയുള്ളൊരു സിനിമയായിരുന്നു. ഇപ്പം കാണുമ്പോൾ ഓക്കെയാണ്. ഭയങ്കര അടിപൊളി പടമല്ലേ. അതും കണ്ടുകൊണ്ടാണേ. ഇപ്പം പപ്പടമുണ്ട്, മാങ്ങാച്ചമ്മന്തി ഉണ്ട്, ബീട്രൂട്ട് ഉപ്പേരിയുണ്ട്, ചക്കപ്പുഴുക്കുണ്ട്, ചിക്കനുണ്ട്, ചോറുണ്ട്, പിന്നെ പരിപ്പ് കറിയുണ്ട്, ഞാൻ എടുത്തില്ല. പിന്നെ നെല്ലിക്കേൻ്റെ അച്ചാറും ഉണ്ട്, അത് ഞാൻ എടുത്തില്ല. എന്നാൽ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ.